എല്ലാവർക്കും നമസ്കാരം. ഏഷ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 15 വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇതാണ് ദൈവം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാകും അല്ലേ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്, ദൈവത്തിൻ്റെ ഒരു ആഴമേറിയ സ്നേഹം. എന്ന് വെച്ചാൽ പെറ്റമ്മയാണ് സാധാരണ ഈ ലോകത്തിൽ തൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലേ. വേറെ ആരുമല്ല. പെറ്റമ്മയെ കഴിഞ്ഞ് വേറെ ഒരു സ്നേഹം ഈ ലോകത്തിൽ ആർക്കുമില്ല എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള കഥകളൊക്കെ മാറി പെറ്റമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന എത്രയോ അല്ലേ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് അമ്മമാർക്കേ കുഞ്ഞുങ്ങളെ മനസ്സിലാകത്തുള്ളൂ, ഒരു അമ്മമാരുടെ സ്നേഹമാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലുത് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എന്ന് വെച്ചാൽ പെറ്റമ്മമാർ മറക്കും അല്ലേ, അതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പെറ്റമ്മമാരെന്നും മക്കളെയൊക്കെ മറന്ന് സ്വന്തം സുഖമൊക്കെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന, അവരും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതല്ലേ. അത് കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ മുന്നോട്ട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, അവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പിന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, കുന്നുകളും മലകളും മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കുക, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം അല്ലേ, സർവാധിപതിയായ ദൈവം, സകലതും ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവം, സർവജ്ഞാനിയായ ദൈവമാണ് നമ്മളോട് കേവലം ഒരു മനുഷ്യരായ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ ലവ് അല്ലേ. നമ്മൾക്കറിയാം പേരൻസിൻ്റെ സ്നേഹത്തിന് പോലും ചില ടൈമുകളിൽ എന്തുണ്ട്, അത് കണ്ടീഷനുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയും, അവർ നമ്മളെ വളർത്തി വലുതാക്കി കഴിയുമ്പോൾ മക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നവരായിരിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരു ഉപാധികളുമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെ നമ്മൾ നടന്ന് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റണം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പ്ലാനും പദ്ധതിയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ തെറ്റിപ്പോകാറുണ്ട് അല്ലേ. മനുഷ്യനാണ്, നമ്മൾക്ക് പല തെറ്റുകളും വീഴ്ചകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വിട്ടങ്ങ് മാറുന്നേയില്ല. ആ ഒരു സ്നേഹത്തിൻ്റെ തണലിലാണ് ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്നത് അല്ലേ. അല്ലായിരുന്നുവെങ്കിൽ എത്രയോ മുൻപേ നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും മാറ്റപ്പെട്ടു പോകാതെ, ശത്രുവായവനെ നമ്മളെ വിട്ടുകൊടുക്കാതെ, ഒന്നിനും നമ്മളെ വിട്ടുകൊടുക്കാതെ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്നും നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലേ. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നോട്ടുള്ള ഓരോ പടവുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മൾക്കറിയാം, അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുതൽ, ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചതും, ദൈവം നമ്മളെ ഉള്ളം കരത്തിൽ വഹിച്ച് നടന്നത്, അതൊക്കെ എത്രയോ വലുതാണെന്ന് നമ്മൾക്ക് ഓർക്കുവാനായിട്ട് കഴിയുമല്ലേ. പലപ്പോഴും നമ്മളതൊക്കെ മറന്നു പോകും, പല ഘട്ടങ്ങളിലും നമ്മൾ മറന്നു പോകും. പിന്നെ ചിലപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾക്കത് ഓർമ്മ വരുന്നതല്ലേ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ കുറേ പരിഭവം പറച്ചിലും പരാതി പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ, എനിക്ക് അതിന് നീതി കിട്ടിയില്ല, ഇതിന് നീതി കിട്ടിയില്ല, ഈ വിഷയത്തിന് മറുപടി കിട്ടിയില്ല, ഈ വിഷയമുണ്ട്, ഇതിനകത്ത് നീതി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാനൊരു കുറേ ഒരു പരാതിയുടെ ഭാണ്ഡക്കെട്ട് ഇങ്ങനെ അഴിച്ചുകൊണ്ട് ഇട്ടിരിക്കുകയായിരുന്നു ദൈവസന്നിധി. അപ്പോൾ മനസ്സങ്ങ് ആകെപ്പാടെ കലുഷിതമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കുറച്ച് ദിവസം അങ്ങ് നീണ്ടു, ഒരു ഒന്നര ആഴ്ചയൊക്കെ അതങ്ങ് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് അങ്ങ് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ അതിനൊന്നും ഒരു തൃപ്തികരമായ മറുപടി കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഏറ്റെടുക്കുവാനായിട്ട് അങ്ങ് പറ്റുന്നില്ല. വചനം ഇടപെടുന്നുണ്ട്, അതങ്ങ് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. വചനം വായിക്കുമ്പോൾ ഇടപെടുന്നുണ്ട്, അതങ്ങ് ഏറ്റെടുക്കുവാനായിട്ട് ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കുറച്ച് പ്രവാചകന്മാരുടെയൊക്കെ നമ്പറുണ്ട്. അതിനകത്തൊരു 2-3 ദേവദാസന്മാരുണ്ട്. നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊന്നും പറയണ്ട, അവരിങ്ങോട്ട് തന്നെ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ ആലോചന ചോദിക്കുന്നതും, അത് കറക്റ്റായിട്ട് അവരിങ്ങോട്ട് പറയുക തന്നെ ചെയ്യും. നമ്മളോടൊന്നും ചോദിക്കില്ല, പേരെവിടെയാ, ഊരെവിടെയാ, നാടെവിടെയാന്നൊന്നും ചോദിക്കത്തില്ല. അവർ ഫ്രീ ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏത് വിഷയമാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് കറക്റ്റായിട്ട് മറുപടി എണ്ണി അവരിലൂടെ ദൈവാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്ന അങ്ങനെ ഒരു 2-3 ദേവദാസന്മാരുണ്ട്. അതിലൊരു ദേവദാസനെ ഞാനങ്ങ് വിളിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം മീറ്റിങ്ങിൽ അവിടെ എവിടെയെങ്ങാണ്ടായിരുന്നു. എന്നാൽ അത്
എനിക്കങ്ങ് നല്ലപോലെ അങ്ങ് ദേഷ്യവുമായി പോയി. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, പ്രവാചകന്മാരിലൂടെ പോലും അങ്ങ് എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ വീണ്ടും പരാതിക്കെട്ടുകളുമായിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നാൽ അദ്ദേഹം കുറേ സമയത്തിന് ശേഷം എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വേറൊരു മീറ്റിങ്ങിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അദ്ദേഹം ഇങ്ങോട്ട്, പക്ഷേ അതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, ഇനി ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ പ്രവാചകൻ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കട്ടെ, ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് വിളിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് കുറച്ച് സമയത്തിന് ശേഷം ആ പ്രവാചകൻ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത്. വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫ്രീ ആണോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത്രമാത്രം പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് ഞാൻ ഏതൊക്കെ വിഷയങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മളൊരു ടെൻഷനിലിരിക്കുമ്പോൾ നമ്മൾക്ക് പഴയ കാര്യങ്ങൾ വരെ നമ്മൾക്ക് ഓർമ്മ വരും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ചോദിച്ചു. ഓരോ വിഷയത്തിനും ആ ദേവദാസനിലൂടെ ദൈവാത്മാവ് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ അതിന് ഉത്തരം പറഞ്ഞിങ്ങനെ എന്നോടിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ദൈവമേ, അത് കഴിഞ്ഞ് നമ്മൾക്കുള്ള പ്രോമിസുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ദൈവമേ, അങ്ങയുടെ സ്നേഹം എത്ര വലുതാണ്. കാരണം ഇത്രയും പരിഭവവും പാണ്ടക്കെട്ടുമായിട്ട് ഞാൻ വേറൊരു മനുഷ്യൻ്റെ മുൻപിലാണ് പോയിരുന്നെങ്കിൽ അവരെന്നെ എപ്പോഴും എടുത്ത് തോട്ടിലോട്ട് കളയും. കാരണം അതുപോലെ ഞാനൊരു 1.5 ആഴ്ചയായിട്ട് ദൈവത്തെ ഇറിറ്റേറ്റ് ചെയ്തെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഞാനിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെല്ലാം ദൈവം എന്താണ് ഒരു ഉത്തരം അങ്ങോട്ട് തന്നു. ആ പ്രവാചകനിലൂടെ ഞാൻ മനസ്സിൽ ആ സമയത്ത് വിചാരിച്ച വിഷയങ്ങൾക്ക് പോലും ദൈവം ഇങ്ങോട്ട് ഉത്തരം ആ ദേവദാസനിലൂടെ ഇങ്ങോട്ട് പറയുവാനായിട്ടിടയായി. കാരണം ദൈവത്തിന് അറിയാം, വേറെ ഇപ്പം നമ്മൾ അങ്ങോട്ട് കാര്യം പറഞ്ഞിട്ട് ഒരു ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ എനിക്കത് അത്ര അങ്ങ് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ വിചാരിക്കും, ഇനി ചിലപ്പോൾ ഇവരുടെ മനസ്സിൽ നിന്ന് പറയുന്നതാണോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്ക് വരും. എന്നാൽ ഈ ഒരു ദേവദാസൻ്റെ വിഷയത്തിൽ അങ്ങനെ വരത്തില്ല. കാരണം പുള്ളിക്ക് എന്നെ അറിയത്തില്ല, പേഴ്സണലി അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പലപ്പോഴും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറാണ്. വിളിച്ച സമയത്ത് പോലും അദ്ദേഹം എന്നോട് ആരാ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനാണ്. നമ്മൾ അങ്ങോട്ട് വിഷയം പറയേണ്ട, അദ്ദേഹം ഇങ്ങോട്ട് തന്നെ നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരുന്നൊരു ദേവദാസനായിരുന്നു. അപ്പോൾ ദൈവത്തിന് അറിയാം, അങ്ങനെയുള്ള പ്രവാചകന്മാരിൽ പറഞ്ഞാലേ ആ സമയത്ത് നമ്മൾ ഉൾക്കൊള്ളത്തുള്ളൂ. ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലേ, ആരും നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്നാലും നമ്മൾക്ക് അതിനകത്തൊരു ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലുകൾ അത് നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോഴേ നമ്മൾക്ക് അതിനകത്തുനിന്നൊരു ആശ്വാസം കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ ദേവദാസൻ അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ കുറേ നേരം മനസ്സിലിരുന്നു ഞാനിങ്ങനെ കരഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇത്ര സ്നേഹിക്കുവാൻ ഞാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. പിന്നെയാണ് ദൈവം എന്നെ കുറേ പാണ്ടക്കെട്ടുകൾ ഞാനിങ്ങനെ ഇറക്കിയിട്ടല്ലോ. അപ്പം ദൈവം എന്നെ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ എത്രമാത്രം കരുതി, എത്രമാത്രം നമ്മൾ നടന്നു പോയ വഴികളിൽ, നമ്മൾ ഒറ്റയ്ക്ക് പോയ സാഹചര്യങ്ങളിലൊക്കെ ദൈവം എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത്, എത്രമാത്രം സ്നേഹത്തോടെ, എത്രമാത്രം കരുതലോടെ നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതൊക്കെ എന്തോരം നമ്മൾക്കല്ലേ ഒരു 10 ഷീറ്റ് എഴുതിയാലും തീരത്തില്ല. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവം എന്നെ അങ്ങ് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായി. ആശ്വസിപ്പിക്കേണ്ടതൊക്കെ ആശ്വസിപ്പിച്ചു, പറയേണ്ട പ്രോമിസുകളൊക്കെ പറഞ്ഞു, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലോട്ട് ഇതൊക്കെ അങ്ങ് തന്നു. അപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞു. അത് നമുക്ക് ആ നന്ദി കൊണ്ട് അങ്ങ് ഉള്ളം നിറയുവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതൊക്കെ അങ്ങ് മറന്നു പോകുമല്ലേ. നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കിട്ടാനുള്ള കണക്കുകളുമായിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ദൈവം നമ്മൾക്ക് ചെയ്ത നന്മകൾ പൊതുവേ നമ്മൾ പറയും, രാവിലെ എഴുന്നേറ്റാലും രാത്രിയിലത്തെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ നന്ദി പറയും. പക്ഷേ ഇങ്ങനെ ഓർത്തോർത്ത് നന്ദി പറയുന്നതൊക്കെ അപൂർവ നിമിഷങ്ങളിലേ നമ്മൾ ചെയ്യത്തുള്ളൂ അല്ലേ. ഒരു കാര്യം ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ഓർമ്മിപ്പിച്ച് തന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്കൊന്ന് സമാധാനമായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവം എന്താ ഉള്ളത്, ഒന്നുമില്ല അല്ലേ. നമ്മളൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾക്കൊന്നും ഒരു വിലയും ഒന്നും കാണത്തില്ല. എന്നാൽ ദൈവം നമ്മളെ എത്ര കരുതുന്നു അല്ലേ. ദൈവത്തിന് മാത്രമേ നമ്മൾ വിലയുള്ളവരുള്ളൂ. ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വിലയുള്ളവരുള്ളൂ. മനുഷ്യന്മാരുടെ മുൻപിലൊന്നും നമ്മൾക്ക് വലിയ വിലയൊന്നും കിട്ടിയെന്ന് വരത്തില്ലല്ലേ. ഇവൻ എന്തിനേറെ പറയുന്നത് നമ്മളുടെ പേരൻസിൻ്റെ അടുത്തോ നമ്മളുടെ വീടുകളിലൊക്കെ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നാലും ഞാനൊരു പൊതുവായിട്ടൊരു തത്വം അങ്ങ് പറയുകയാണ്. അവിടെയൊക്കെ ആണെങ്കിലും എന്താണ്, നമ്മളുടെ നിലയും വിലയും ഒക്കെ നോക്കിയിട്ട് അവരുടെ സ്നേഹം പോലും നമ്മളോട് കാണിക്കാറ്. എന്നാൽ ദൈവം അങ്ങനെ അല്ലല്ലേ. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, നമ്മളൊന്നും ഇല്ലെങ്കിലും, നമ്മൾ ശൂന്യമാണെങ്കിലും ദൈവം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം.
ആ ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. ദൈവമേ, അല്ലേ, ഓരോ ദിവസങ്ങളിലും എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അല്ല, ചിലപ്പോൾ നമ്മൾക്ക് അതിശയം തോന്നി, കർത്താവേ, ആ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു, ഞാൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ ഓർത്ത് നമ്മൾക്ക് തന്നെ അതിശയം തോന്നിപ്പിക്കുന്ന എത്ര വിഷയങ്ങളൊക്കെ നമ്മളുടെ മുൻപിലുണ്ട്, പുറകിലുണ്ട്. അതൊക്കെ ഓർത്ത് നമ്മൾ നന്ദി പറയുവാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കണം. അപ്പോൾ ഞാനും അങ്ങ് തീരുമാനിച്ചു, ദൈവമേ, ഇനി കുറച്ച് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെറിയ 1-2 വാക്കിൽ നന്ദി പറയുന്നത് ഒതുക്കുകയും ചെയ്യാതെ കുറച്ച് സമയം അങ്ങ് മാറ്റിവെച്ച് പഴയതൊക്കെ ഓർത്തൊന്ന് നന്ദി പറയുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലും ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും അതിലൊക്കെ അപ്പുറം നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതരാണെന്നുള്ളൊരു സുരക്ഷിത ബോധമൊക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് അങ്ങ് വരും. അത് വലിയ പ്രൊട്ടക്ഷനാണ് കേട്ടോ. നമ്മൾ ആരിലും ആശ്രയിക്കേണ്ട, ആരുടെ മുഖത്തോട്ടും നോക്കേണ്ടെന്നേ, ദൈവത്തിൻ്റെ സ്നേഹം മാത്രം മതി നമ്മളുടെ ഹൃദയം നിറയുവാനായിട്ട്. ആ ഒരു സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടുമാറത്തില്ല. നമ്മളുടെ കുറവുകളോടുകൂടെ നമ്മളെ സ്നേഹിക്കുവാൻ കഴിയുന്നത് ആർക്കാം? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കണം, ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടുന്ന ഒരു സമയം, കുറച്ച് സമയം ഒന്ന് വേർതിരിച്ച് നന്ദി പറയുവാനായിട്ട് നമ്മളൊന്ന് മാറ്റിവെച്ച് നോക്കിക്കും. അപ്പോഴാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുമൊക്കെ ദൈവം അങ്ങ് വെളിപ്പെടുത്തി തരുന്നത്. ആ ദേവദാസനിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചങ്ങ് പറയും, അല്ലേ, ഇതിന് നീതി കിട്ടിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയും. എന്നാൽ അതൊക്കെ പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപുള്ളതാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ അതിനുപോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുപടി ഉണ്ട് എന്നുള്ളതായിരുന്നു ദൈവം എന്നോടന്ന് സംസാരിച്ചത്. അപ്പോൾ ഓർക്കുക, നമ്മൾ നിസ്സാരരായിരിക്കും, അല്ലേ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾക്ക് വലിയ വിലയൊന്നും കാണത്തില്ല, നമ്മൾ നിസ്സാരരായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ ഓരോന്നിനും ദൈവം അങ്ങ് കുറിച്ച് വെച്ചിരിക്കുകയാണ്. അതല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നല്ലേ, നമ്മളുടെ കണ്ണിലെ കണ്ണുനീരെന്താണ് ദൈവം തുരുത്തിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഓരോന്നിനും മറുപടി പറയുന്ന ദൈവത്തിൻ്റെ സമയമുണ്ട്. നമ്മളുടെ ഒരു സ്വന്തം പിതാവല്ലേ, നമ്മളുടെ ദൈവം, നമ്മളെ കരുതുന്ന ദൈവം. ആ ഒരു കരുതൽ ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊന്ന് അനുഭവിക്കുവാൻ കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ വിഷയങ്ങളൊക്കെ മാറിപ്പോയി കഴിയും. നമ്മൾ വിചാരിക്കും, തീർന്നു, ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ പരാജയപ്പെട്ടു, നമ്മൾ പിന്മാറിപ്പോയി എന്നൊക്കെ നമ്മളങ്ങ് വിചാരിക്കുമ്പോഴായിരിക്കും, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് മനസ്സിലാകുന്നത് എത്രയോ വലിയ പർപ്പസുകളാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതെന്ന് നമ്മളൊന്ന് ഓർത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് ദൈവത്തിന്, നമ്മളിപ്പോൾ വിചാരിക്കും, ദൈവം പോലും എന്നെ കൈവിട്ടോ, എന്നെ മറന്നോ, എനിക്ക് നീതി കിട്ടുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവം നമ്മൾക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവം അവിടെ ചിലപ്പോൾ ഹിഡനായിട്ട് വെച്ചിരിക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ തീരെ അങ്ങ് ഇതായി കഴിയുമ്പോഴായിരിക്കും ദൈവം അത് നമ്മൾക്കങ്ങ് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ വീണ്ടും എന്താണ്, കഴുകനെ പോലെ ചിറകടിച്ചു വരും. എപ്പോഴാണ്? ദൈവത്തിന് നമ്മളെക്കുറിച്ച് വീണ്ടും പദ്ധതി ഉണ്ടല്ലോ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ തീർന്നു പോയിട്ടില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് വീണ്ടും എന്താണ്, ചിറകടിച്ചു വരുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും, കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുത്ത് നമ്മൾ ഡയറിയിലോ എവിടെയെങ്കിലും നമ്മളൊന്ന് എഴുതി വെക്കണം. അത് കേട്ടോ, എനിക്ക് ആ ഒരു ശീലമുണ്ട്, എഴുതി വെക്കുന്ന ശീലമുണ്ട്. പക്ഷേ പലപ്പോഴും അതൊക്കെ മറന്നു പോകും. എന്നാലും നമ്മളതങ്ങ് എഴുതി വെച്ചിട്ട് ആ വാഗ്ദത്തങ്ങൾ, അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര വലുതാണെന്ന്. ചിലതിൻ്റെയൊക്കെ മറുപടികൾ നമ്മളുടെ മുൻപിൽ ദൈവം എത്ര വേഗത്തിലാണ് കൊണ്ടുതരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾക്ക് നീതി വേണ്ടിടത്ത് നീതി എത്ര പെട്ടെന്നാണ് വെളിപ്പെടുന്നത്, നമ്മൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര പെട്ടെന്നാണ് ദൈവം അയക്കുന്നതെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല, അതിനുവേണ്ടി കുറച്ചൊരു സമയം നമ്മൾ മാറ്റിവെക്കുക തന്നെ വേണം. എന്നിട്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, വലിയ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും. കാരണം നമ്മൾ നന്ദി കാണിക്കുമ്പോഴല്ലേ നമ്മൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തോട് നന്ദി പറയാൻ മാത്രമേ നമ്മൾക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത് നമ്മളങ്ങ് പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ദൈവം നമ്മൾക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ അങ്ങ് വെളിപ്പെടുത്തി തരും. ഓൾറെഡി ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നാൽ അത് നമ്മളോട് ദൈവം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും, ഇങ്ങനെ നമ്മൾ ഓർത്തോർത്ത് നന്ദി പറയുമ്പോൾ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.